ആമീസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് കുറച്ച് നിയമപരമായ കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. പലരും അതിന് കമന്റും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ബയോയിൽ എൻ്റെ ഒരു വാട്സപ്പ് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമിന് എന്തെങ്കിലും അഭിപ്രായങ്ങളോ മറ്റോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളവർ അതിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ആമീസ് വേൾഡ് പൂർണ്ണമായും ഒരു നിയമ ഉപദേശക ചാനലല്ല. ഇതിൽ ചില എന്റർടൈൻമെന്റുകൾ കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആയതുകൊണ്ട് ഇന്നേ ദിവസം ഞാൻ ഒരു ബുക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ബുക്കിന്റെ പേരാണ് ഡാവിഞ്ചി കോഡ്. പതിഞ്ഞ താളത്തിൽ തുടങ്ങി വായനക്കാരെ ഉദ്വേഗത്തിന്റെ കൊടുമുടിയിലെത്തിക്കുന്ന ഈ പുസ്തകം രചിച്ചത് ഡാൻ ബ്രൗൺ. റോബർട്ട് ലാങ്ടൺ എന്ന കേന്ദ്ര കഥാപാത്രത്തെ ചരിത്രപരമായ പരിസരത്തു നിന്നും നവീന കാലഘട്ടത്തിലേക്ക് മാറ്റിക്കൊണ്ട് ഡാൻ ബ്രൗൺ എന്ന കഥാകാരൻ വിവരിച്ചിരിക്കുന്നു. പാരീസ് മ്യൂസിയത്തിൽ നടന്ന ഒരു കൊലപാതകവും ആ ദുരൂഹതയ്ക്ക് പിന്നിലൂടെയുള്ള ലാങ്ടന്റെ സഞ്ചാരവും എഴുത്തുകാരൻ വളരെ മനോഹരമായി വിവരിച്ചിരിക്കുന്നു. ക്രിസ്തുമതത്തെ സംബന്ധിക്കുന്ന ചരിത്ര ആഖ്യാനങ്ങൾക്കൊപ്പം ഭാവാത്മകമായ വസ്തുതകൾ കൂടി എഴുത്തുകാരൻ ഇതിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നു. പാശ്ചാത്യ പൗരസ്ത്യ മതങ്ങൾ തമ്മിൽ നൂറ്റാണ്ടുകളോളം നിലനിന്നിരുന്ന സംഘർഷങ്ങളെ അധികരിച്ച് കഥാപരിസരം വികസിക്കുന്നു. ഒടുവിൽ റോബർട്ട് ലാങ്ടണും വായനക്കാരും ആശിച്ചതുപോലെ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നതിലൂടെ കഥ അവസാനിക്കുന്നു. സാധാരണ വായനക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലുള്ള ലളിതമായ ശൈലിയാണ് ഡാൻ ബ്രൗൺ സ്വീകരിച്ചിട്ടുള്ളത്. സങ്കീർണ വികാരങ്ങളായ പ്രത്യാശ, പക എന്നിവ കഥാപാത്രങ്ങളിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നു. ഈ പരസ്പര വൈരുദ്ധ്യങ്ങൾ വായനക്കാരിൽ ഉണർത്തുന്ന ചോദ്യങ്ങളും സംഘർഷങ്ങളുമാവാം ഈ ഗ്രന്ഥത്തെ ജനപ്രിയമാക്കുന്നത്. എല്ലാവരും വായിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.